ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈസ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ അടുത്ത വർഷത്തേക്ക് വാങ്ങിയ എൻ്റെ എല്ലാ സ്കൂൾ സപ്ലൈസും കാണിക്കാൻ പോവാണ്. ഞാൻ 7ാം ക്ലാസ്സിലേക്കാണ്. അപ്പോൾ 7ാം ക്ലാസ്സിലേക്ക് ഞാൻ എന്തൊക്കെ വാങ്ങിയുള്ളതാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ബാഗ് ഞാൻ ലാസ്റ്റേ കാണിച്ചു തരുള്ളൂ. അതിന് മുമ്പായിട്ട് ഞാൻ വേറെ കുറച്ച് സംഭവങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ലെക്സിയുടെ പേന 10 ആയിട്ടുണ്ടായിരുന്നു. പാക്കറ്റ് ആയിരുന്നു, ഞാൻ പൊട്ടിച്ചതാണ്. ഞാൻ എൻ്റെ റൂം മേക്ക് ഓവർ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഇട്ട് വയ്ക്കണം, പാത്രത്തിൽ ഇട്ട് വയ്ക്കാൻ വേണ്ടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ എപ്പോഴും ലെക്സിയുടെ പേനയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ലെക്സിയുടെ പേനയാണ് എനിക്ക് ലെക്സിയുടെ പേനയാണ് എനിക്ക് ഇപ്പം കൂടെ നല്ലതായിട്ട് എപ്പോഴും എഴുതുമ്പോൾ തോന്നാറ്. അതുകൊണ്ട് ഞാൻ ലെക്സിയുടെ പേനയാണ് വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ 10 വാങ്ങിയിട്ട് പിന്നെ ഗൈസ്, ഞാൻ ഇങ്ങനത്തെ പെൻസിൽ എൻ്റെ കുറേ നാളുടെ ആഗ്രഹമാണ് വാങ്ങണം. എൻ്റെ കൂട്ടുകാരൊക്കെ വാങ്ങിയത്. അപ്പോൾ ഗൈസ്, ഞാൻ വാങ്ങിയിട്ടുണ്ട്. 4 വാങ്ങിയിട്ടുണ്ട്. പാക്കറ്റ് ആയിട്ടാണ് കിട്ടിയത്. അതായത് ഒരെണ്ണത്തിന് 10 രൂപ, അങ്ങനെ 40 രൂപയാണ്. പക്ഷെ 37 രൂപയ്ക്കാണ് കിട്ടിയത് ഹോൾസെയിലായിട്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉള്ള തരത്തിലുള്ള പെൻസിലാണ്. അതായത് ഇവിടെ ഇങ്ങനെ ഒരു മൂടിയുണ്ട്. പിന്നെ എനിക്ക് പോയി പിങ്ക് അല്ല, ബ്ലൂ, ഈ ബ്ലൂ, സെക്കൻഡ് ബ്ലൂ ഫ്രണ്ടിൽ വരാനാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാർട്സായിട്ട് നമുക്ക് കിട്ടും. ഇതിനെടുത്തിട്ട് ഇവിടെ ഇട്ടു. പിന്നെ മറ്റു വഴി നമുക്ക് ഇഷ്ടമുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഇങ്ങനെ വെക്കാൻ പറ്റുന്ന പെൻസിലാണ്. ഇത് വാങ്ങിക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വാങ്ങിക്കാൻ. പിന്നെ കുറച്ച് കളർഫുള്ളായ റബ്ബറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വാങ്ങിയത് എനിക്കൊരു അമ്മായി കൊണ്ടുവന്നതാണ് ഗൾഫിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. സപ്ലൈസിൽ കൂട്ടണമല്ലോ, ഇത് പുതിയതുമാണല്ലോ. അപ്പോൾ പിന്നെ പുതിയ സ്കൂൾ സപ്ലൈസിൽ കൂട്ടാലോ, സപ്ലൈസിൽ കൂട്ടാലോ എന്ന് വെച്ചിട്ട് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് റബ്ബർ, കളർഫുള്ളാണ്. ബ്ലൂ, പിങ്ക്, ഗ്രീന്, അങ്ങനെ പല കളറുണ്ട്. പിന്നെ ഞാൻ 3 കട്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗൈസ്, കുറച്ച് ഫയൽസ് വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തൊട്ടാണ് എനിക്ക് ഫയൽസിൻ്റെ ആവശ്യം കൂടിയത്. അപ്പോൾ ഒരു ഫയൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം. പക്ഷേ അത് വേറൊക്കെ ആയി. അപ്പോൾ പിന്നെ പുതിയത് വാങ്ങാൻ വെച്ചിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് കളർ പേപ്പറും സൂക്ഷിച്ച് വയ്ക്കാനായിട്ട്, പിന്നെ എപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് ഫയലുകൾ വേണം. പിന്നെ പ്രൊജക്റ്റ് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് ഫയലുകൾ വേണം. പ്രൊജക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ സ്കൂളിൽ പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കളർ പേപ്പർ പ്രൊജക്റ്റ് അങ്ങനത്തെ കുറച്ച് ആവശ്യങ്ങളുണ്ട് ഫയലിൻ്റെ. അപ്പോൾ ഞാൻ ഓരോ നൽകുന്നത്. ഇതാണ് ഫസ്റ്റ് ഫയൽ. ഒരു റെഡ് ആൻഡ് പിങ്ക് ഒക്കെ ചേർന്നൊരു കളറാണ്. നല്ല രസമുള്ള കളറാണ്. ഇത് നല്ല ഉറപ്പുള്ള ഫയലാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 32 ആണ്. പക്ഷേ നമുക്ക് ഹോൾസെയിലായിട്ട് 22 കിട്ടി. 10 നല്ല ഉറപ്പാണ്. പെട്ടെന്ന് ഈ സാധനം കിട്ടുകയില്ല. ഇത് സീബ്ര ഫയലിന് അങ്ങനെയാണ് ഇതിൻ്റെ പേര് വന്നിട്ടുണ്ട്. ആ ഫയലാണ് ഞാൻ 3 കളർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബ്ലൂ കളർ 22 തന്നെയാണ്. പിന്നെ ഒരു യെല്ലോ. പിന്നെ കഴിച്ച് ഞാൻ ഈ ഒരു ഫയൽ വാങ്ങിയിട്ടുണ്ട്. ഡിസൈനായിട്ട് ചെക്ക് ഡിസൈൻസ് ഒക്കെ വന്നിട്ടുള്ള ഒരു ഗ്രീൻ ഫയൽ. ഇതിന് വലിയ ഇവിടെ വില കുറഞ്ഞു ഫയലാണ്. പെട്ടെന്ന് പൊട്ടുവാൻ സാധ്യതയുണ്ട്. പിന്നെ ആവശ്യത്തിന് വാങ്ങിയതാണ്. പിന്നെ റേറ്റ് 30 റുപ്പീസാണ്, 13 റുപ്പീസ്. പക്ഷേ MRP നമുക്ക് ഹോൾസെയിലായിട്ട് ചെയ്തിരിക്കുന്നത് 10 റുപ്പീസിനാണ് കേട്ടോ. ഇത് 2 വാങ്ങിക്കുന്നത് കാരണം നമുക്ക് കുറച്ച് നാളെ തന്നെ ഒരു പൗച്ചാണ്. കഴിഞ്ഞ പോലെ ഞാൻ ഒരു പൗച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആകെ പാൻ വരി അതൊക്കെ ആയിട്ട് പിന്നെ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ആകെ പാനോട് ഭംഗിയൊക്കെ പോയി. പിന്നെ ഞാൻ വാങ്ങി. ഇതെനിക്ക് വീട്ടിലേക്ക് വേണ്ടിയാണ്. വീട്ടിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് സ്കൂളിൽ വെച്ച് ചെയ്യുന്ന പ്രൊജക്റ്റുകളില്ലേ, അപ്പം അതിന് വേണ്ടിയും കൂടെ കൊണ്ടുപോകാം. സ്കൂളിൽ ചെയ്യുന്ന പ്രൊജക്റ്റുകൾക്ക് കുറേ സമയം നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് ഇതിൽ കൂടെ ചേർത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. 2 പൗച്ച് ആയിട്ടുണ്ട്. അതിലൊരെണ്ണാണിത്. ഒരു പർപ്പിൾ കളറാണ് കേട്ടോ. 2 സിബ് നമുക്ക് അവൈലബിൾ ആണ്. നല്ലോണം സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ ചെറിയൊരു കീച്ചൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ഈ വർഷം എനിക്ക് ഭയങ്കര കീച്ചൻ മോഹമാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഒന്നിനും കീച്ചൻ ഇടാറില്ല. പിന്നെ എൻ്റെ ഒരു മാമ തന്ന കീച്ചനാണ്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ട് കീച്ചനാണ്. അപ്പം അത് ഞാനിട്ടതാണ്. പിന്നെ ഞാൻ ഒരു കീച്ചനെ വാങ്ങിയിട്ടുള്ളൂ. അതാണ് ഈ യൂണിക്കോണിൽ സെക്കൻഡ് പൗച്ച്. ഇത് അതിനെക്കാട്ട് സ്പേസ് ഉള്ളൊരു പൗച്ചാണ് കേട്ടോ. ഇതിൻ്റെ കളർഫുള്ള് പല കളർ ഉണ്ടായിരുന്നു. അതായത് മജന്ത, ഗ്രീന്, ഇതിപ്പോൾ യെല്ലോയും ബ്ലൂ അല്ല, അങ്ങനെ പിന്നെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ. 2 സിബ് ഉണ്ട്. പിന്നെ ഞാനൊരു യൂണിക്കോണിൻ്റെ മാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന് 18 റുപ്പീസാണ്. നമുക്ക് ഹോൾസെയിലായിട്ട് 15 റുപ്പീസിനാണ് കിട്ടിയത്. പൗച്ചിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കളഞ്ഞില്ല. അതാണ് എനിക്ക് പൗച്ചിൻ്റെ റേറ്റ് അറിയില്ല. ഈ പൗച്ചിന് 40 റുപ്പീസാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എനിക്കറിയാം. പിന്നെ ഗൈസ്, നമുക്ക് സ്കൂളിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ് ചട്ട. അപ്പം ചട്ട ഞാൻ ടെക്സ്റ്റിന് 2 ചട്ട ടെക്സ്റ്റിന് നീളമുള്ള 2 ചട്ട വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ 2 ചട്ട വാങ്ങിച്ചിട്ടുണ്ട് നോട്ട്ബുക്കിന്. ഇത് 8 മീറ്ററാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 90 റുപ്പീസാണ്. അങ്ങനെ 2 വാങ്ങിട്ടോ. 8 മീറ്ററാണ് ഒരെണ്ണത്തിന്. അങ്ങനെ 2 നോട്ട്ബുക്കിന് വാങ്ങി. പിന്നെ ഇത് ടെക്സ്റ്റ് ബുക്കിന് 2 റേറ്റ് ആണ്. കാരണം 2ഉം ഇത് ഒരു 10 മീറ്റർ ഉണ്ട്. പക്ഷേ ഇത് 5 മീറ്റർ ഉള്ളൂ. അതുകൊണ്ട് 2നും 2 റേറ്റ് ആണ്. പക്ഷെ 2ഉം ഒരേ സെന്റിമീറ്റർ ആണ്.
ഇത്രയും 2 ചട്ട വാങ്ങി. ഞാനെപ്പോഴും ഓറഞ്ചാണ് യൂസ് ചെയ്യാറ്. ഞാൻ LKG മുതൽ ഓറഞ്ചാണ് യൂസ് ചെയ്യാറ് ചട്ട. അത് കാരണം എനിക്കിപ്പോൾ ഓറഞ്ചാണ് എപ്പോഴും ഇഷ്ടം ചട്ടയായിട്ട് യൂസ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ചെയ്തു, പക്ഷെ ഞാനതൊന്നും യൂസ് ചെയ്യാറ്. ഞാനെപ്പോഴും ഓറഞ്ചാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഗൈസ് എനിക്ക് ഈ സ്കെയിലിൽ നല്ല ആവശ്യമുണ്ട്. പ്രോജക്റ്റിന് എനിക്ക് വലിയ സ്കെയിൽ വളരെ ആവശ്യമാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു വലിയ സ്കെയിൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മാക്സിമം 22 റുപ്പീസാണ്. 30 സെൻറ്റിമീറ്ററിൻ്റെ വലിയ സ്കെയിൽ അപ്സരയുടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പേപ്പർ കാസ്റ്റലിൻ്റെ ചെറിയ ഒരു സ്കെയിൽ വാങ്ങിച്ചിട്ടുണ്ട് 15 സെൻറ്റിമീറ്റർ കേട്ടോ. അങ്ങനെ 2 സ്കെയിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഞാൻ കണ്ട കുറച്ച് പൗച്ചുകളാണ് കേട്ടോ. ഇത് വലിയ പൗച്ച്, നമുക്ക് ചെറിയ കളർ പേപ്പറിൻ്റെ കഷ്ണങ്ങൾ സൂക്ഷിക്കുക, പിന്നെ കുറേ നമ്മുടെ കാർഡ്സ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂക്ഷിക്കാൻ പറ്റിയ സംഭവമാണ്. പേനും പെൻസിലൊക്കെ സൂക്ഷിച്ചേക്കുക. അങ്ങനെ 3 വാങ്ങിച്ചിട്ടുണ്ട്. വളരെ റേറ്റ് കുറവാണ്, 15 രൂപയാണ്. നമുക്ക് ഇങ്ങനെ തുറക്കാം. സ്പേസ് ഒക്കെ അത്യാവശ്യമുണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ 3 ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഒന്ന് പിന്നെ അങ്ങനെ 3 വാങ്ങി. പിന്നെ അടുത്ത് നമുക്ക് പ്രധാനമായി വേണ്ടതാണ് നെയിം സ്റ്റിക്കർ. അത് ഞാനൊരു 4 വാങ്ങി. 3 ആവശ്യമുള്ളൂ, പക്ഷെ നമുക്ക് എക്സ്ട്രാ വെക്കുന്നതാണ്. ക്ലാസ് കയറുന്നതോറും നമുക്ക് ആവശ്യം കൂടുതലല്ലേ. എനിക്ക് പ്ലെയിൻ അത്രയ്ക്ക് ഇഷ്ടമല്ല, പക്ഷെ എന്നാൽ ചില ഡിസൈൻസ് എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ അവിടെ വെച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനാണ്. ഇതൊരു കുട്ടികളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് വാങ്ങിയതാണ്. മാച്ച് ഒരു ബാർബി. ഇത് 2 വാങ്ങിച്ചോ. ഞാനിത് എടുത്തേനില്ല, ഒരെണ്ണം എടുക്കുള്ളൂ. കാരണം 3 തരം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എടുക്കുന്നില്ല. അതെ, ഞാനത് കുറച്ച് എടുത്തിട്ടുണ്ട്. 2 എടുത്തു. പിന്നെ ഞാനൊരു യൂണിക്കോൺ, ഇത് എൻ്റെ വേറൊരു കൂട്ടുകാരുടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. നല്ല ക്യൂട്ട് ഒരു രസമുണ്ട് കാണാൻ. അപ്പോൾ യൂണിക്കോൺ എടുത്തിട്ടുണ്ട്. പിന്നെ മിക്കി മൗസ് എനിക്ക് വലിയ ഇഷ്ടമായില്ല. പിന്നെ കൂട്ടത്തിൽ വെച്ചിട്ട് വെറൈറ്റി ആയിക്കോട്ടെ ഇഷ്ടമാണ് മിക്കി മൗസ്. അപ്പോൾ സത്യം പറഞ്ഞാൽ 3 എടുക്കേണ്ട ആവശ്യമുള്ളെങ്കിൽ ഞാൻ 4 എടുത്തേക്കാൻ നല്ലതല്ല. എപ്പോൾ നമുക്ക് ആവശ്യം വരെ എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഫയലുകളിലൊക്കെ ഞാൻ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ആവശ്യം വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് കേട്ടോ വാങ്ങിയത്. ക്ലാസ് കയറുന്നവർക്ക് ആവശ്യം കൂടിക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ ഏറ്റവും ഇഷ്ടമായത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇതിന് ഏതാ ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിന് അതിൽ 3 ഏറ്റവും ഇഷ്ടമായത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ബോക്സ് വലിയ വീഡിയോകൾക്ക് എന്താണെന്ന് അറിയില്ല, ചെറിയ പ്രശ്നമുണ്ട്. വലിയ വീഡിയോസൊക്കെ ഞാൻ എടുക്കുമ്പോൾ കമൻറ്റ് ബോക്സ് ഞാൻ ഓൺ ആക്കി ഇട്ടാൽ അത് ഓഫായി എടുക്കാറുണ്ട്. അങ്ങനെ ഓഫാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണ്ട, ഓൺ ആക്കി എടുക്കുകയാണെങ്കിൽ അപ്പം കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇനി ഏത് വീഡിയോസ് ഞാൻ ചെയ്യണം അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പായും ചെയ്യുന്നതായിരിക്കും. പക്ഷേ എൻ്റെ ഷോർട്ട് വീഡിയോകളിൽ കമൻറ്റ് എപ്പോൾ ഞാൻ ഓൺ ആക്കുകയാണെങ്കിൽ ഓൺ ആക്കി എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കുറേ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗൈസ്. പിന്നെ ഞാൻ ചെറിയൊരു കുഞ്ഞ് ഡയറി വാങ്ങിച്ചിട്ടുണ്ട്. ചെറിയ ബുക്കാണ് കേട്ടോ. ഇതിന് 30 റുപ്പീസാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. മെയിനായി ഞാൻ വാങ്ങാൻ വന്നത് നമുക്ക് എക്സാമുള്ള ബുക്ക്. അപ്പോൾ ഇത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോവുകയും ചെയ്യാം. നമുക്ക് എക്സാമിന് വേണ്ട കാര്യം ടിപ്സ് പറയുന്നത് അപ്പം നോട്ട് ചെയ്ത് എഴുതി വെക്കാൻ കൂടെ വേണ്ടി വാങ്ങിയതാണ്. നല്ലത് വെറുതെ വാങ്ങിയതല്ല, പഠിക്കാൻ തന്നെയായിട്ട് വാങ്ങിയതാണ് കേട്ടോ ഈ ഡയറി. കൂട്ടത്തിൽ ഇത് വാങ്ങിയതാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് വാങ്ങിയതാണ്. ഇത് 10 ഇങ്ക് ഉണ്ട് കേട്ടോ. 10 ഇങ്ക് ഉണ്ട് ഒരെണ്ണത്തിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വല്ല പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറേ കാലമായി കളർ പേന ഇഷ്ടമാക്കുന്നുണ്ട്. അതായത് സെറ്റിൽ 10 കളർ 12 കളറായിട്ട് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് വളരെ ഉപകാരപ്പെടും. അങ്ങനെ പിന്നെ ഞാൻ ഇത് വാങ്ങിയാൽ പോരെ, കാരണം 10 എണ്ണം ഉണ്ട് കേട്ടോ. 10 കളറുണ്ട്. 10 കളറും യൂസ് ചെയ്യാൻ പറ്റുന്ന കളറാണ്. അപ്പോൾ ഞാനിത് വാങ്ങിയത് അതുകൊണ്ടാണ്. എൻ്റെ ഒരു വാങ്ങിയതാണ്. ഞാൻ ഭയങ്കര ഇഷ്ടം. ഇനി നമുക്ക് ഈ സംഭവം എടുത്തിട്ട് പെൻസിലുമൊക്കെ വയ്ക്കാൻ പറ്റും. നല്ല രസമുള്ള പേനയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കൂടെ വാങ്ങിയതാണ് ഗൈസ്. പിന്നെ ഞാൻ കുറച്ച് ഉണ്ടകൾ വാങ്ങിച്ചിട്ടുണ്ട് മുറിമ കെട്ടാനായിട്ട്. കാരണം കുറച്ച് പൊളിക്കുമ്പോൾ നമുക്ക് ഉണ്ടകൾ ഭയങ്കര ആവശ്യമാണ്. അപ്പോൾ ഞാൻ കൈ കിട്ടുമ്പോൾ എനിക്ക് ഉണ്ടകൾ നല്ല ആവശ്യമാണ്. അതിന് വേണ്ടി ഉണ്ടകൾ വാങ്ങി. എൻ്റെ ഉണ്ടകളൊക്കെ വലിയ വേണ്ടി ഇപ്പോൾ കെട്ടപ്പില്ല. ഇത് എവിടെയാണെങ്കിൽ നല്ല ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു 7 കളർ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു പിങ്ക്, ഗ്രീന്, യെല്ലോ, ഓറഞ്ച്, റെഡ്, മെറൂണ്, ബ്ലൂ, അങ്ങനെ കുറച്ച് കളർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കേട്ടോ. ഞാനൊരു ഫെവിക്കോൾ വലുത് വാങ്ങിയിട്ടുണ്ട്. ഒരു 60 രൂപയുടെയാണ് കേട്ടോ. വലിയൊരു ഫെവിക്കോൾ വാങ്ങിയത്. അതായത് നമുക്ക് സ്കൂളിൽ വന്ന പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരുന്നു ആവശ്യമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാൻ എനിക്ക് ഫെവിക്കോൾ നല്ല ആവശ്യമാണ്, ഗ്ലൂ. അപ്പോൾ ഇപ്പോൾ തന്നെ ഞങ്ങളൊരു 20 റുപ്പീസിൻ്റെ ഒരു ഗ്ലൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് തീരാറായി. കാരണം ഞാൻ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ചെയ്യുമ്പോൾ അത് തീരാണ്. അപ്പോൾ അത് ഞാനാണ് കേട്ടോ വലുത് വാങ്ങിയത്. അപ്പോൾ കുറച്ച് നാളത്തേക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ വെച്ചിട്ടാണ്. പിന്നെ അത് തീർന്നിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട് അതുകൂടെ യൂസ് ചെയ്യാൻ. കുറച്ച് നാളത്തേക്ക് നമുക്ക് ഫെവിക്കോളായി. പിന്നെ ഒരു CD മാർക്കറും പെർമനന്റ് മാർക്കറും വാങ്ങിച്ചിട്ടുണ്ട്. CD മാർക്കർ നമുക്ക് നെയിം സ്റ്റിക്കറും എഴുതാനായിട്ടാണ്. ഞാൻ ഇത്ര നാൾ സാധാ പെണ്ണാണ് എഴുതുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു CD മാർക്ക് കൊണ്ട് എഴുതുമ്പോൾ പിന്നെ നല്ലത് തോന്നിയിട്ടാണ് CD മാർക്ക്. പിന്നെ നമുക്ക് കുറച്ച് പ്രോജക്റ്റിന് കാര്യങ്ങളൊക്കെ ഉപകാരം. അതുകൊണ്ട് തന്നെ ഈ പെർമനന്റ് മാർക്കറും വാങ്ങിയത് കേട്ടോ ഗൈസ്. ഇതാണ് അപ്പോൾ എൻ്റെ ബാഗ് കേട്ടോ.
പുതിയ ബാഗാണ്. ഈ കിച്ചൺ എൻ്റെ മാമ തന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആ ഒരു കിച്ചനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 കിച്ചൺ മാമ തന്നാണ് ബാഗ്. പിന്നെ വേറെ ഒരു മറ്റി പൗച്ച് ഇട്ടതാണ് കേട്ടോ. ഒരു ബ്ലൂ ആൻഡ് ഗ്രേ കളറാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏത് ബാഗായാലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് 4 ആവശ്യമാണ്. ഞങ്ങൾ സ്കൂളിൽ ഡ്രോയിങ്, ആർട്ട്, ക്രാഫ്റ്റ് കുറേ പഠിപ്പിക്കുന്ന കാരണം ഞങ്ങൾക്ക് എന്താ എക്സ്ട്രാ സിബ് വേണ്ടി വരും. ഇപ്പം എന്നോട് ടീച്ചർ വാട്ടർ കളറൊക്കെ കൊണ്ടുപോകാൻ പറയാറുണ്ട്, എന്നോട് നല്ല എല്ലാ കുട്ടികളും പറയാറുണ്ട്. അപ്പം അതിന് വേണ്ടി സെപ്പറേറ്റ് സിബ്. പിന്നെ ഞാൻ ലഞ്ച് ബാഗിലല്ല വയ്ക്കാറില്ല, അതിന് സെപ്പറേറ്റ് ആയിട്ട് ലഞ്ച് ബാഗിലത് ഞാൻ കഴിഞ്ഞ പോലത്തെയാണ്, അതുകൊണ്ടാണ് കാണിക്കാം. പിന്നെ ഇത്രയും വലിയൊരു ബാഗ്. പക്ഷെ ഇത് 4 സിബ് മാത്രമല്ല, 5ാമത് ഇങ്ങനെ ഒരു കുഞ്ഞ് പോക്കറ്റ് കൂടെ കിട്ടണമെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഈ ഇവിടെ നമുക്ക് കുറച്ച് ടവില്, മാസ്ക്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഇടാം. പിന്നത്തെ സിബില് നമുക്ക് എന്താ ബോക്സ്, പൗച്ച് അതൊക്കെ ഇടാം. പിന്നത്തെ സിബിലാണ് ഞാൻ പറഞ്ഞ പോലെ വാട്ടർ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇടാൻ പറ്റാം. 3ാമത്തെ സിബിലാണ്. 2ാമത്തെ സിബിലാണ് നമുക്ക് വാട്ടർ കളർ ഇടാം. പിന്നത്തെ സിബില് ഞാൻ നോട്ട്ബുക്കുകൾ ഇടാനാണ് കേട്ടോ. ഈ സിബ് എനിക്ക് നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെ ഇടാൻ വേണം. പിന്നെ ടെക്സ്റ്റിന്റെ സിബില് നമുക്ക് ഫയലും പിന്നെ പ്രൊജക്റ്റ് ഒക്കെ വെക്കാൻ സുഖമാണ്. ഇങ്ങനെ ഒരു സംഭവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവിടെ വെക്കുക, പിന്നെ ഇത് ടെക്സ്റ്റ് ഇവിടെ വെക്കുക. ഇത് അടയ്ക്കാൻ സുഖമാണ്, കണ്ടോ, ഉറപ്പായി. അങ്ങനെ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു സിബാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ബാഗ്. ഈ ഒരു ബാഗ് ഞാൻ വാങ്ങിയതല്ലല്ലോ, കഴിഞ്ഞ പോലെ ഞാൻ അടുപ്പിച്ച് വെച്ചതാണ്. പുതിയ ബാഗാണ്, പുതിയ ബാഗാണ് കേട്ടോ. അടുപ്പിച്ച് വെച്ചതാണ്. നല്ല രസമുള്ള ഒരു ബാഗാണ്, നല്ല ഉറപ്പുള്ള ബാഗാണ്. അടുപ്പിച്ച കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് പുതിയ ബാഗ് എന്ന് പറഞ്ഞത്. യൂസ് ചെയ്തിട്ടില്ല. പിന്നെ 2 സൈഡ് നമുക്ക് വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള സൗകര്യം ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒരു ബാഗ്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ബാഗ്. ഇങ്ങനെ അടിയിൽ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ബുക്ക് കൊള്ളും, നല്ല ബാഗാട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലൂ ആണ്. അപ്പോൾ ബ്ലൂ ഈ ബാഗും ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒരു ബാഗ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോസിലുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ബോക്സ് ആണെങ്കിൽ ഉറപ്പായി കാണുക.